പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇന്ന് 11-ാം ദിവസമാണ്. യേശുനാഥൻ്റെ പെസഹ, കുരിശുമരണം, ഗാകുൽത്ത, ഉയർപ്പ്. ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് യേശുനാഥൻ ഓരോ ദിവസവും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ കണ്ട് ശിഷ്യന്മാർ ഭയന്ന് കതകടച്ചിരിക്കെ അവിടെ അകത്ത് കയറി നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. നിങ്ങൾക്ക് സമാധാനം തരുന്ന ഒരു ദൈവം. മനുഷ്യന് തരാൻ പറ്റാത്തത് ദൈവമായ കർത്താവ് നൽകുന്നു. അവിടെ ഒരുത്തനില്ലായിരുന്നു. അവൻ പറഞ്ഞു, ആണിപ്പുതലക്കരവും ബിലാവത്ത് പാശത്തിൽ എൻ്റെ വിരലുകളും ഇടാണ്ട് ഞാൻ വിശ്വസിക്കുകയില്ലെന്ന് പറഞ്ഞപ്പോൾ 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും യേശുനാഥൻ അതേ ഭവനത്തിൽ വരുന്നു. കതകടച്ചിരിക്കെ മധ്യേ നിന്നുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. കാരണം ഗുരുവിൻ്റെ കുരിശു മരണത്തിലൂടെ അവരുടെ സമാധാനം മുഴുവനും നഷ്ടപ്പെട്ടു പോയി. ഓരോ മനുഷ്യൻ്റെയും കുടുംബജീവിതത്തിൽ ഇത് സംഭവിക്കുന്നുണ്ട്. വേണ്ടപ്പെട്ട ഒരു വ്യക്തി നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് അവളുടെ വില അറിയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ വില അറിയുന്നില്ല. അവൻ ആര് തന്നെ ആയിക്കോട്ടെ, ഭർത്താവായാലും കൊള്ളാം, ഭാര്യയായാലും കൊള്ളാം, അപ്പനായാലും കൊള്ളാം, അമ്മയായാലും കൊള്ളാം. ഈ ലോകം വിട്ടു പോയി കഴിഞ്ഞാൽ അവന് കിട്ടേണ്ട സമാധാനം ആർക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പോഴാണ് ആ വ്യക്തിയുടെ വില അറിയുന്നത്. ഇവിടെ നോക്കിക്കേ, 12 ശിഷ്യന്മാരുടെ ഗുരുവായിരുന്നു യേശുനാഥൻ. അതിലൊരുത്തൻ തൂങ്ങി മരിച്ചു. 11 പേരും യേശുനാഥൻ്റെ കൂടെ നടന്നിരുന്നു. അവസാനം അവനെ വിട്ട് ഓടിപ്പോയി. സമാധാനമില്ലാണ്ട് മറ്റു മനുഷ്യരെ ഭയന്ന് ദൈവമായ കർത്താവായ ഗുരുവിനെ വിട്ട് ഓടിപ്പോയി. പോയി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഭയം കയറി വന്നു. പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിൽ അവർ മുറിയിൽ തന്നെ കതകടച്ചിരിക്കേണ്ട ഗതി വന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ട് യേശുനാഥൻ പോയി 1-ാം പ്രാവശ്യം. 8 ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും യേശുനാഥൻ അതേ സ്ഥലത്ത് വന്നുകൊണ്ട് വീണ്ടും യേശുനാഥൻ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. 2 പ്രാവശ്യം യേശുനാഥൻ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വന്നു. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് 3-ാം പ്രാവശ്യം യേശുനാഥൻ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വരികയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് നമ്മളിതെല്ലാം കാണുന്നത്. 3-ാം പ്രാവശ്യവും യേശുനാഥൻ വന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പക്കൽ വല്ലതും ഉണ്ടോ? ഇല്ല എന്ന് അവർ മറുപടി പറയും. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനമാണ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. പിതാവായ ദൈവമേ, പുത്രനായ യേശുവിന് ജീവൻ്റെ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ആത്മാവിനെയും ജ്വലിപ്പിക്കണമെന്നും ഈ വചനം കേൾക്കുന്ന ഓരോ മകനും മകളും ഒരു അനുഭവമാക്കി മാറണമെന്നും അവരുടെ കുടുംബജീവിതം പരിശുദ്ധ അമ്മയുടെ വഴി ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവകൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് ഞങ്ങളോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴുള്ള വരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വചനം ശ്രവിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം
1 ഇതിന് ശേഷം യേശു കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. 2 പ്രാവശ്യം നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. 3 പ്രാവശ്യമാണ് യേശു തിബിരിയോത്തോസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്: സീമോൻ പത്രോസ്, ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലയിലെ കാനായിൽ നിന്നുള്ള നാഥാനയിൽ, സെബദി പുത്രന്മാർ എന്നിവരും വേറെ 2 ശിഷ്യന്മാരും ഒരുമിച്ച് ഇരിക്കുകയായിരുന്നു. അവരൊരു കടൽ തീരത്ത് ഇങ്ങനെ ഒരുമിച്ചിരിക്കുക. എന്താണ് ചെയ്യുക? തോമസും ഉണ്ട് ആ കൂട്ടത്തിൽ, പത്രോസും ഉണ്ട്, എല്ലാവരും ഉണ്ട്. സീമോൻ പത്രോസ്, 3 സീമോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവൻ്റെ പഴയ തൊഴിലിലേക്ക് അവൻ പോവുകയാണ്. എന്നാൽ നമ്മൾ ഒരു കാര്യം പറയണം. യേശുനാഥൻ്റെ കൂടെ, ഗുരുവിൻ്റെ കൂടെ ഈ ശിഷ്യന്മാർ നടന്നപ്പോൾ യേശുനാഥൻ അവർക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. അതിലൊരു കാര്യം വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്: നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, നിങ്ങൾ ഒരു സ്ഥലത്തും പോകരുത്, എന്നെപ്പറ്റി പ്രഘോഷിക്കുക. ഞാൻ കണ്ടതും നിങ്ങൾ കണ്ടതും ഞാൻ കാണിച്ചതല്ല, നിങ്ങൾ പ്രഘോഷിക്കുക എന്നാണ് യേശുനാഥൻ അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അവനെല്ലാം വിട്ടിട്ട് അവൻ്റെ പഴയ തൊഴിലിലേക്ക് പോകാൻ പോവുകയാണ്. യേശുനാഥൻ പറഞ്ഞ വാക്കുകൾ അവരനുസരിക്കുന്നില്ല. ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്, പത്രോസ് പറയുന്നു. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോട് കൂടെ വരുന്നു. പത്രോസിനോട് എന്താ പറഞ്ഞത്? ഗുരു പോകരുതെന്ന് പറഞ്ഞു. ജെറുസലേം വിട്ടു പോകരുതെന്ന് പറഞ്ഞു. അവൻ ജെറുസലേം വിട്ടു പോയത് തന്നെയല്ല, അവൻ മീൻ പിടിക്കാനും പോയിരുന്നു. അവൻ കർത്താവിൻ്റെ വാക്കിനെ പുച്ഛിച്ചു തള്ളി. അവൻ ചെയ്ത 1-ാമത്തെ പാവം. 2-ാമത്തെ പാവം, അവൻ്റെ കൂടെയുള്ള മറ്റ് ശിഷ്യന്മാരെയും അവൻ കടലിലേക്ക് മീൻ പിടിക്കാൻ കൊണ്ടുപോവുകയാണ്. അവരും വന്നെന്ന് പറഞ്ഞ് അവൻ പോകുന്നു. എല്ലാം വിട്ട് അവരെല്ലാവരും കടലിലേക്ക് പോവുകയാണ്. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ അവർ എല്ലാവരും പത്രോസാണല്ലോ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ പത്രോസിന് ഞാൻ മീൻ പിടിക്കാമെന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു ഞാനും മഞ്ഞു. അപ്പോൾ മറ്റേ പറഞ്ഞു ഞാനും മഞ്ഞു. എല്ലാവരും കൂടി വഞ്ചി കയറി കടലിലേക്ക് മീൻ പിടിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ വാക്ക് ധിക്കരിച്ചു. ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. മീൻ വലയെറിഞ്ഞിട്ട് ഒന്നും കിട്ടിയില്ല. നമ്മളിവിടെ ശ്രദ്ധിക്കണം. പോകരുതെന്ന് പറഞ്ഞിട്ട് വീണ്ടും പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ അപകടമാണ്. അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു പൊടിമീൻ പോലും അവർക്ക് കിട്ടിയില്ല. അതാണ് നമ്മുടെ ദൈവമായ കർത്താവ്. അവൻ്റെ ഓരോ വാക്കിനും 100 മേനി ഫലം മനുഷ്യൻ കൊടുക്കണം. കൊടുക്കാതെ വന്നാൽ ഒന്നും നേടുകയില്ല, കിട്ടുകയില്ല. ചില കുടുംബങ്ങളിലൊക്കെ മക്കളോടൊക്കെ പറയാറുണ്ടല്ലോ, എടാ പള്ളിയിൽ പോകും. ഉടനെ അവൻ പറയും എനിക്ക് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ ഞാനിന്ന് നാളെ പോകണം, വൈകുന്നേരം പോകണം, പിന്നെ പോകില്ല. അങ്ങനെയുള്ള കുടുംബങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവൻ്റെ നാശത്തിനല്ലേ. ആ അമ്മ, അപ്പൻ, ആ സഹോദരൻ ആരെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവരിലുള്ള പരിശുദ്ധാത്മാവാണ് അവനെ നേർവഴിക്ക് നടത്താൻ അവർ പറയുന്നത്. അത് കേൾക്കാതെ വരുമ്പോൾ എങ്ങനെയുണ്ടാവും? ഞാനൊരിക്കലും ഒരു ദിവസം ഒരു കുടുംബത്തിൽ പോയി. അവിടെ ചെന്നപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്കൊന്ന് പ്രാർത്ഥന ചൊല്ലാം, ഒരു ജമാല ചൊല്ലാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും പറഞ്ഞു ഓക്കെ ചെല്ലാം. ഉടനെ ആ കുടുംബത്തിലെ മൂത്ത മകൻ പറയുന്നത് ഞാൻ മുടി വെട്ടാൻ പോയിരുന്നു പറഞ്ഞിട്ട് അവൻ ബൈക്ക് എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി. അപ്പോൾ എന്നോട് ആ അമ്മ പറയും വേണ്ട
അവൻ പോയാണ്ട പ്രാർത്ഥന എല്ലായിരിക്കും. പകലും മുഴുവനുണ്ടായിട്ട് അവൻ പോയില്ല. ഇപ്പം അവൻ മുടി വെട്ടാനായിട്ട് പുറത്ത് പോയി. ഞാനൊന്നും മുണ്ടിയില്ല. അവനെ വഴി നടത്തുന്നത് ആരായിരിക്കും? ജപമാല ആരാണ്? പരിശുദ്ധ അമ്മയുടെ പുത്രൻ്റെ ബന്ധമുള്ള ഇതാണ്. കുടുംബത്തിൻ്റെ കുർബാനയാണ് പരിശുദ്ധ അമ്മയുടെ ജപമാല. ഇത്ര ശക്തിയാണ്. സാത്താൻ ഭയപ്പെടുന്ന ഒരായുധമാണ് ജപമാല. അതിനെ അവൻ നിന്നില്ല, അവൻ പോയി. ആ പോക്ക് അത്ര സുഖകരമാണോ? രാത്രിയാണ് അവൻ പോണത്. ഞാൻ പറഞ്ഞു അവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ പോക്ക് ഒരു പക്ഷേ ഒറ്റ സെക്കൻഡിന് അവൻ്റെ കണ്ണ് ഇരുട്ടായിട്ടുണ്ടെങ്കിൽ എതിരെ വരുന്ന വണ്ടി എങ്ങനെ ഉണ്ടാവും? അവൻ്റെയും കണ്ണ് കെട്ടിക്കളയും. രണ്ടുപേരുടെയും കണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക ആ റോട്ടിൽ? ആലോചിച്ച് നോക്കി. കാരണന്മാർ പറഞ്ഞ വാക്ക് കേൾക്കാണ്ട് ധിക്കരിച്ച് പോയിട്ടുണ്ടെങ്കിൽ ആര് തന്നെ ആയിക്കോട്ടെ, കാരണന്മാർ തന്നെ വേണമെന്നില്ല. 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടി പറയുകയാണ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചിരിക്കണം. ആ കുഞ്ഞിലുള്ള പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തണം പ്രാർത്ഥിക്കാൻ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിരിക്കണം. ഹല്ലേലൂയ. ഒന്നും കിട്ടിയില്ല. 4-ാം വാക്യം. ഉഷസ്സായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു. അപ്പം യേശു കടൽക്കരയിൽ വന്ന് നിൽക്കുകയാണ്. 3-ാം പ്രാവശ്യമാണ് യേശു വരണത് ഇവിടെ അടുത്തേക്ക്. ഒരു കഥ കടച്ചിരുന്നു അല്ലേ? അവർക്ക് സമാധാനം കൊടുത്തു. 8 ദിവസങ്ങൾക്ക് ശേഷം തോമസ് കൂടെ ഉണ്ടായിരുന്നപ്പോൾ വീണ്ടും യേശുനാഥൻ വന്നു. ആ യേശുനാഥൻ്റെ സ്നേഹത്തിൻ്റെ ഒരു കാൽ ഭാവമെങ്കിലും ഈ ശിഷ്യന്മാർക്ക് ഇപ്പോഴും ഉണ്ടാവും ഇല്ല? ആ ദൈവമായ കർത്താവിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ കടുകുമണി പോലും ഇവന്മാർക്കില്ല. അതാണല്ലോ ഇവരുടെ തൊഴിൽ നോക്കി പോണതും. സമാധാനം കൊടുത്തിട്ട് ആ സമാധാനമൊക്കെ അവർ തട്ടിപ്പുകളാണ്. 2 പ്രാവശ്യം വന്നു. 3-ാം പ്രാവശ്യവും യേശു വരെയും. അപ്പോൾ ഇവരുടെ ഈ സംസാരം മീൻ പിടിക്കാൻ പോകുന്നു എന്നുള്ളതൊക്കെ യേശുനാഥൻ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അതാണ് യേശു അതിരാവിലെ കടൽ തീരത്ത് വന്ന് നിൽക്കുകയാണ് ഇവരെയും കാത്ത്. വെറുതെ നിൽക്കുകയല്ല, അവൻ അപ്പം ഉണ്ടാക്കി, വിറക് കത്തിച്ച് തീയിട്ട് അപ്പം ഉണ്ടാക്കി മീനും വറുത്ത് വെച്ചേക്കാണ് ഈ ശിഷ്യന്മാർക്ക് കൊടുക്കാൻ. എന്ത് വലിയ സ്നേഹമാണെന്ന് നോക്കി യേശുനാഥൻ്റെ. തിരിച്ചറിയണം നമ്മൾ. യേശുനാഥൻ്റെ സ്നേഹം ഒരു മനുഷ്യനും ഉണ്ടാവില്ല, ഒരു മനുഷ്യനും ഉണ്ടാവില്ല. നിങ്ങൾ വേണമെങ്കിൽ ആലോചിച്ച് നോക്കിയോ. യേശുനാഥൻ്റെ സ്നേഹം കിട്ടണമെന്നുണ്ടെങ്കിൽ അവനോട് കൂടെ ചേർന്നിരിക്കണം, വചനത്തിലൂടെ ചേർന്നിരിക്കണം. വചനം കൊടുക്കണം, വിത്ത് വിതയ്ക്കണം. അപ്പം അത് 100 മേനി ഫലം ഉണ്ടാവും. ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പാറമേൽ വീണ വിത്ത് പോലെയായിരിക്കും നമ്മൾ, കരിഞ്ഞു പോകും വെയിലടിക്കുമ്പോൾ. യേശു വന്ന് കടൽക്കരയിൽ നിന്നു. എന്നാൽ അത് യേശു ആണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു വന്ന വഴി ആർക്കും അറിയാൻ പറ്റില്ല. ഒരു പിച്ചക്കാരനായിട്ട് വരും, ഒരു രോഗിയായിട്ടും വരും, പല വിധത്തിലും വരും യേശുനാഥൻ. പക്ഷെ കാരണം എന്നുണ്ടെങ്കിൽ യേശുനാഥൻ തന്നെ നമ്മെ പേര് ചൊല്ലി വിളിക്കണം, അടയാളം പറയണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങോട്ട് പറയുമ്പോൾ നമുക്കത് മനസ്സിലായെങ്കിൽ മാത്രമേ യേശുനാഥനാണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, യേശു വിളിക്കണണ്ട ശിഷ്യന്മാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വലുതുമുണ്ടോ? നിങ്ങളുടെ അടുക്കൽ മീൻ വലുതും ഉണ്ടോ? മീനില്ലെന്നുള്ളത് യേശുവിനറിയാം. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു പൊടിമീൻ പോലും കിട്ടിയില്ല എന്ന് യേശുനാഥന് അറിയാം. എങ്കിലും അവരുടെ നാവിൽ നിന്ന് തന്നെ വരണം എന്താണെന്ന്. കാരണം യേശുനാഥനെ ധിക്കരിച്ച് അവർ പോയേക്കും പണിയെടുക്കാൻ. പക്ഷെ പണിയെടുത്തിട്ട് ഫലം ഉണ്ടായോ? രാത്രി മുഴുവൻ വിറകുളക്ക് വെച്ചിട്ട് ഒന്നും കിട്ടിയില്ല. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു.
ഒറ്റയടിക്ക് അവർ ഉത്തരം കഴിഞ്ഞു, ഇല്ല, മീനൊന്നുമില്ല. അത് ഏതോ ഒരു മീൻ വിൽപ്പനക്കാരനോ ആരെങ്കിലും ആയിരിക്കുമെന്ന് കരുതി അവർ പറയുന്നു, മീനൊന്നുമില്ല. അവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക. ഉടനെ യേശുനാഥൻ പറയുന്നു, വള്ളത്തിൻ്റെ വലതുവശത്ത് വല ഇടുക. ഇത് കേട്ടപ്പോൾ അവരുടെ മനസ്സ് ഒന്ന് മാറിക്കാണല്ലേ, എന്താണ് ഈ പറയണത്? അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. യേശു പറയണ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിൽ അകപ്പെട്ട മത്സ്യത്തിൻ്റെ അത്യധികം നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു കൊടുത്ത മത്സ്യം കണ്ട അത്രയേറെയാണ് യേശുനാഥൻ തരണം. അവൻ്റെ സ്നേഹം കടൽ പോലെയാണ്, അങ്ങോട്ട് വലിച്ചു കയറ്റാൻ പറ്റാത്ത വിധം ഇത്രയേറെ മത്സ്യം ഈ അപ്പോസ്തലന്മാർക്ക് കൊടുക്കുകയും യേശുനാഥൻ. യേശു ഒരു വാക്ക് പറഞ്ഞുകൊണ്ടുണ്ടാവും, വലതുവശത്ത് വലയിടുക, നിങ്ങൾക്ക് വലതും കിട്ടും. അവർ വലയിട്ടു, അവിടെ തന്നെ മീൻ കിട്ടി. രാത്രി മുഴുവൻ കടലിൻ്റെ അങ്ങേറ്റം വരെ അധ്വാനിച്ച് പൊടിമീൻ പോലും കിട്ടിയില്ല. വലിയ വലിച്ച് കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. ആ വല വലിച്ച് കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. വല നിൽക്കുന്നത് അവിടെ, വഞ്ചി നിൽക്കുന്നത് കടലിൻ്റെ കരയ്ക്കടുത്താണ്. അവിടെയാണ് ഒരു വലയിട്ടതും. അകത്തോട്ട് പോകാൻ പറഞ്ഞില്ല യേശുനാഥൻ. അവിടെ തന്നെ നിന്നുകൊണ്ട് വലത്തുവശത്തേക്ക് വലയിടാൻ പറഞ്ഞു. അവിടെ തന്നെ മത്സ്യം കിട്ടി. രാത്രി മുഴുവനും കടലിൻ്റെ അകത്തോട്ട് പോയി വലയിട്ടൊന്നും കിട്ടിയില്ല. അവിടെ ഇട്ടപ്പോഴത്തേനും മത്സ്യം നിറച്ച് കിട്ടി. അതെങ്ങനെയാണ് കിട്ടിയത്? യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു. പത്രോസ് എന്നിട്ടും അറിയുന്നില്ല ഇത് കർത്താവാണെന്നൊന്നും. പക്ഷെ മറ്റ് ശിഷ്യനെ അത് മനസ്സിലായി, ഇത് കർത്താവാണ്. അവൻ പത്രോസിനോട് പറയും, അത് കർത്താവാണ്. ആ ശിഷ്യൻ പറയണം, അത് കർത്താവാണ്. വീണ്ടും പറയണം, അത് കർത്താവാണ്. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ സീമോൻ പത്രോസ് നഗ്നനായതുകൊണ്ട് പുറം കുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. നഗ്നനായിരുന്നത്. എന്താണ് നഗ്നനായത്? തുണിയില്ലാഞ്ഞിട്ടല്ല, അവൻ്റെ സ്വഭാവം അവനെ നഗ്നനാക്കി കളഞ്ഞു. യേശു പറഞ്ഞ ഒരു വാക്കും അവൻ അനുസരിക്കണില്ല. ആദ്യം യേശു പറഞ്ഞു, രസകേടാന്ന്, 1 മണിക്കൂർ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. 3 പ്രാവശ്യം യേശുനാഥൻ വരുന്നുണ്ട്. 3-ാം പ്രാവശ്യവും അവർ ഉറങ്ങി സുഖിക്കുകയും പ്രാർത്ഥിക്കണേ ഇല്ല. 5 മിനിറ്റ് പോലും അവർ പ്രാർത്ഥിച്ചില്ല. അവർ യേശുനാഥൻ പ്രാർത്ഥിക്കുന്നത് പറഞ്ഞ് പോകുമ്പോൾ അവർ കിടന്നുറങ്ങും. വീണ്ടും വന്ന് നോക്കും, അവർ കിടന്നുറങ്ങും. വീണ്ടും പ്രാർത്ഥിക്കുന്നത് പറഞ്ഞിട്ട് വീണ്ടും പോകും. വീണ്ടും വന്ന് നോക്കുമ്പോൾ വീണ്ടും ഉറങ്ങുന്നു. അപ്പോൾ യേശുനാഥൻ അവരോട് ചോദിക്കും, നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുകയാണോ? എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാമെന്ന് പറയും. ആ പോക്ക് ഒരു പോക്കായിപ്പോയി. അതോടെ പോയതാണ് ശിഷ്യന്മാർ. അവിടെ അവൻ അനുസരണക്കേട് കാണിച്ചു. കഥകടിച്ചിരിക്കെ മധ്യേ നിന്നിട്ട് നിങ്ങൾക്ക് സമാധാനം തരാമെന്ന് പറഞ്ഞു. അത് അവൻ സ്വീകരിച്ചില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും യേശുനാഥൻ അതേ ഭവനത്തിൽ കയറി വന്നു. നിങ്ങൾക്ക് സമാധാനം വീണ്ടും കൊടുത്തു. അതും അവൻ അനുസരിച്ചില്ല. ആദ്യം കൂടെ നടന്നപ്പോൾ പറഞ്ഞിരുന്നു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. അതും അവൻ അനുസരിച്ചില്ല. ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം. എത്ര പ്രാവശ്യം യേശുനാഥൻ പറഞ്ഞു. അതൊന്നും അവൻ അനുസരിക്കാണ്ട് വന്നതിനാൽ അവൻ നഗ്നനായിപ്പോയി. അവൻ ഉടനെ എടുത്ത് പുറങ്കുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടിക്കളഞ്ഞു. ചാടി നീന്തി ദൂരത്തോട്ട് പോയാൽ. എന്നാൽ മറ്റ് ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. അവർ കരയിൽ നിന്നും ഏകദേശം 200 മുഴത്തിലധികം അകലെയായിരുന്നു.
കരയ്ക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. കരയ്ക്കടിച്ച് മീനെല്ലാം വലിച്ച് കയറ്റി വഞ്ചിക്കകത്തിട്ട് കരയിലേക്ക് വീണ്ടും ഇങ്ങോട്ട് പോന്നു. കുറച്ച് അടുത്ത് തന്നെയാണ്. അടുപ്പിച്ച് കരയിലേക്ക് നിർത്തിയപ്പോൾ എന്താണ് കണ്ടതെന്ന് നോക്കിയേ, 200 മുഴത്തിലധികം അകലെയായിരുന്നു. കരയ്ക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. നമ്മളൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. ഈ യേശുനാഥൻ എന്താ ചെയ്തത്? ഇവർക്ക് മുമ്പേ വന്നിട്ട് അവൻ തീ കൂട്ടി മീൻ വറുത്ത് അപ്പവും ചുട്ട് ഈ മക്കൾക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. ആ തീയിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. അപ്പോൾ ആ യേശുനാഥൻ്റെ സ്നേഹം കണ്ട. എന്താണ് അങ്ങനെ ചെയ്യാനുള്ള കാരണം? ഇവർ മീൻ പിടിക്കാനായിട്ട് വൈകുന്നേരമായിരിക്കും പോയിരിക്കണത്. കടലിനകത്തോട്ട് പോയി. ചിലപ്പോൾ ഭക്ഷണം കൊണ്ടുവരണ്ടല്ലോ എന്നുള്ളത് യേശുവിനറിയാം. പ്രഭാതമായപ്പോഴാണ് അവർ പിന്നെ തിരിച്ചു വന്നത്, ഒന്നും കിട്ടാണ്ട് വിഷമിച്ച്. ഉടനെ യേശുനാഥൻ അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. യേശുനാഥൻ്റെ ഒരു പ്രത്യേകത, വിശപ്പ് അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമായ കർത്താവ്. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഓരോ മനുഷ്യൻ്റെയും വിശപ്പ് അറിയും. അവർക്ക് മീൻ വറുത്തതോ ചുട്ടതോ അപ്പവും ചുട്ടെടുത്ത് വച്ചിരിക്കുന്നത് അവർ കാണേം. ഹല്ലേലൂയ. 10-ാം വാക്യം, യേശു പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൻ്റെ കുറെ കൊണ്ടുവരുവിൻ. ഇപ്പൊ പിടിച്ച ആ മത്സ്യത്തിൽ നിന്ന് കുറച്ച് ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ കൊണ്ടുപോയപ്പോൾ യേശു അതും തീയിട്ട് ചിലപ്പോൾ ചുട്ടെടുത്തുണ്ടാവും അവർക്ക് കൊടുക്കാൻ വേണ്ടി. ഭക്ഷിക്കട്ടെ. യേശുനാഥൻ്റെ പ്രത്യേകത സ്നേഹം കണ്ട മനുഷ്യ മക്കളോട്. അവൻ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരുടെ മേലെ അവന് അനുകമ്പ തോന്നി. 3 അപ്പവും 5 അപ്പവും 3 മീനും കൊണ്ട് 5000 പുരുഷന്മാർക്കും അതിൻ്റെ 3 ഇരട്ടി സ്ത്രീകൾക്കും കുട്ടികൾക്കും കൊടുത്തു. വീണ്ടും യേശുനാഥൻ സ്ഥലത്ത് 4000 പുരുഷന്മാർക്കും അതോടെ അനുഭവിച്ചുള്ള സ്ത്രീയും പുരുഷനും കുഞ്ഞുങ്ങൾക്കും അപ്പവും മീനും വീണ്ടും കൊടുക്കുന്നു. ഇവിടെയും യേശുനാഥന് അപ്പവും മീനും കുക്ക് ചെയ്ത് വിളമ്പിക്കൊടുക്കുകയാണ് അവർക്ക്. ഇപ്പം പിടിച്ചതിൽ കുറച്ച് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അതും ചുട്ട് യേശുനാഥൻ കൊടുക്കുകയാണ്. മരിച്ചു ഉയർത്തെഴുന്നേറ്റ് യേശുനാഥൻ ശിഷ്യന്മാർക്ക് വേണ്ടി പണിയെടുക്കുകയാണ്. അടുക്കളപ്പണി ചെയ്യണം കടൽ തീരത്ത്. നോക്കി ആരെങ്കിലും ചെയ്യുമോ? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കാരണം? യേശുനാഥനറിയാം. രാത്രി മുഴുവൻ ഇവർ അധ്വാനിച്ചിട്ട് വന്നിരിക്കുകയാണ്. പട്ടിണിയാണ്, കാശുമില്ല. മീൻപിലൊന്നും കിട്ടിയിട്ട് വേണം കൊണ്ടുപോയി വിൽക്കാനായിട്ടൊക്കെ. കാശില്ലാഞ്ഞിട്ടാണല്ലോ മീൻ പിടിക്കാൻ പോയത്. അപ്പോൾ ആദ്യമേ യേശുനാഥൻ അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ. ഉടനെ ശിമോൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ച് കരക്കി കയറ്റി. അപ്പം തന്നെ പത്രോസ് വീണ്ടും അതിനോട്ട് തന്നെ കയറി ചാടിയെങ്കിലും വീണ്ടും അവൻ കയറി പുറത്തേക്ക് കരയ്ക്ക് വലിച്ച് കയറ്റി. അതിൽ 153 മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. 11-ാം വാക്യത്തിലാണ് കേട്ടോ. 153 വലിയ മത്സ്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ആ വല കീറിയില്ല. എന്തുകൊണ്ടാണ്? ദൈവമായ കർത്താവാണ് വല ഇറക്കാൻ പറഞ്ഞേക്കണം. ആ വല കീറില്ല. നിന്റെ തലയിൽ ഒരു മുടിനാര് പോലും എണ്ണപ്പെട്ടിരിക്കുന്നു പറഞ്ഞ യേശുനാഥനാണ് പറഞ്ഞത് വല ഇറക്കുക. ആ വല പൊട്ടില്ല. ആ വലയിൽ എത്ര മത്സ്യം കയറിയാലും ആ വല കീറേമില്ല. ഹല്ലേലൂയ. ഇത്രയേറെ മത്സ്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. എന്താ 11-ാം വാക്യത്തിൽ ലാസ്റ്റ് ഏതൊക്കെയാണ്? ഇത്രയേറെ മത്സ്യം വലയിൽ കയറിയിട്ടും വല കീറിയില്ല. വലിച്ചു കയറ്റുമ്പോൾ അത് കീറണം വല, അത് കീറിയില്ല. യേശു പറഞ്ഞു,
വന്ന് പ്രാതൽ കഴിക്കുവിൻ. 12-ാം വാക്യത്തിൽ കേട്ടാ, കരയെ മത്സ്യം വഞ്ചി കയറ്റി കിടഞ്ഞ ഉടനെ യേശുനാഥൻ അവരെ വിളിച്ചിട്ട് പറയുന്നു, വരുവിൻ, ഭക്ഷണം കഴിക്കുവിൻ. പ്രഭാതത്തിലെ ഭക്ഷണം കഴിക്കുവിൻ, വരുവിൻ എന്ന് യേശു പറഞ്ഞു. വന്ന് പ്രാതൽ കഴിക്കുവിൻ. ശിഷ്യന്മാരിൽ ആരും അവനോട് നീ ആരാണ് എന്ന് ചോദിക്കാൻ മുതിർന്നില്ല. കാരണം അവർക്കെല്ലാം അറിയാമായിരുന്നു ഇത് യേശുനാഥനാണെന്ന് അവർക്കെല്ലാവർക്കും മനസ്സിലായി. പത്രോസിന് മനസ്സിലായില്ലേ പറ്റേ. മറ്റ് ശിഷ്യൻ പറഞ്ഞപ്പോൾ അവൻ കടലിലേക്ക് എടുത്ത് ചാടിയെങ്കിലും പിന്നെ അവൻ ഓടി വന്ന് കയറി. യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു. ഇത് കർത്താവ് തന്നെയാണെന്ന് അവർ അറിഞ്ഞിരുന്നു. യേശു വന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു. യേശു വന്നിട്ട് അവരെ വിളിച്ചു ആദ്യം പ്രാതൽ കഴിക്കാൻ വരാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് യേശു തന്നെ അപ്പവും മീനും എടുത്ത് ഓരോ ശിഷ്യന്മാർക്ക് വിളമ്പിയാണ്. എടുത്ത് കഴിക്കാനല്ല പറഞ്ഞത്, പ്രത്യേകം ഇതേക്കാണ്. യേശു വന്നു അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു. അതുപോലെ തന്നെ മത്സ്യവും ഉണ്ടാവും. ചുട്ട അപ്പവും ചുട്ട മത്സ്യവും എടുത്ത് ഓരോരുത്തർക്കും വേണ്ടി യേശുനാഥൻ സപ്ലൈ ചെയ്യൽ. നിങ്ങളെടുത്തോ കഴിച്ചോ, ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതല്ല പറയണത്. അത് മനുഷ്യൻ പറയുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ അല്ലേ വഴക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവിനോട് പറയും, ദേ മനുഷ്യ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേണേ എടുത്ത് കഴിച്ചോളാൻ പറയും. അങ്ങനെയുള്ള കുടുംബങ്ങളൊക്കെ ഉണ്ട്. ഗ്ലാസ് വെള്ളം താന്ന് പറഞ്ഞാൽ വേണേ പോയി എടുത്ത് കഴിക്കുന്നത് വഴക്ക് വരുമ്പോൾ. യേശുനാഥ് നോക്കിയേ, പറഞ്ഞാൽ കേൾക്കാണ്ടിരുന്നിട്ടും അനുസരിക്കാത്ത മക്കളോട് യേശു കാണിക്കുന്ന സ്നേഹം, ഇതുപോലെ സ്നേഹിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? അവൻ അപ്പം ചുട്ട്, തീ കൂട്ടി അപ്പം ചുട്ട്, എന്നിട്ട് മീൻ ചുട്ട്. അത് തികയില്ല എന്ന് കണ്ടപ്പോൾ യേശു പറഞ്ഞ്, പിടിച്ചെടുത്ത മീനിൽ കുറച്ച് കൊണ്ടുവരിക, അതും ചുട്ടെടുത്ത് ഭക്ഷിച്ചു എന്നല്ല പറഞ്ഞത്. വന്ന് പ്രാതൽ കഴിക്കുവിൻ, വന്ന് ഭക്ഷണം കഴിക്കുവിൻ. എന്നിട്ട് യേശു വിളമ്പിക്കൊടുക്കുകയും യേശു അവൻ്റെ കരം കൊണ്ട്, ആണിപ്പഴുതുള്ള കരം കൊണ്ട് അപ്പവും മീനും എടുത്ത് കൊടുക്കുകയാണ് അവർക്ക്. ഭക്ഷിക്കുവിൻ, നിങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചാലും ഒന്നും കിട്ടിയില്ലല്ലോ എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞിട്ട് യേശു അവർക്ക് ഭക്ഷണം കൊടുക്കുക. യേശു എന്നാ വിളിക്കണവരെ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പക്കൽ മീൻ വലുതുണ്ടോ എന്ന് ആദ്യത്തെ ചോദ്യം. 14-ാം വാക്യം, യേശു മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇത് 3-ാം പ്രാവശ്യമാണ്. ഇത് 3-ാം പ്രാവശ്യമാണ് യേശുനാഥൻ ഈ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വരുന്നത്. അവരെ വിട്ട് യേശുവിന് പോകാൻ ഒട്ടും താല്പര്യമില്ല, മനസ്സില്ല. എന്തുകൊണ്ടാണ് യേശുനാഥൻ്റെ ഈ വാക്ക് അവർക്ക് അനുസരിക്കാൻ പറ്റാഞ്ഞതിൻ്റെ കാരണം ഒന്ന് ചിന്തിച്ചേ. അവർക്കൊന്നില്ലായിരുന്നു. എന്താണ്? പരിശുദ്ധാത്മാവില്ലായിരുന്നു. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകം വായിച്ച് അത് ഗ്രഹിക്കണമെങ്കിൽ നിന്നിൽ ഒരാൾ വരണം, പരിശുദ്ധാത്മാവ് വരണം. പരിശുദ്ധാത്മാവ് ഉള്ളവന് മാത്രമേ ബൈബിൾ കൈകൊണ്ട് തൊടാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് പൊടി പിടിക്കും. കൈകൊണ്ട് തൊടില്ല, കൈകൊണ്ട് തൊടാൻ അവൻ്റെ കൈ പൊങ്ങില്ല. കാരണം ദൈവവചനമാണ്, വചനം ക്രിസ്തുവാണ്. വചനം വായിക്കുമ്പോഴാണ് നമുക്ക് അത് അനുഭവമായിട്ട് വരുന്നത്. രൂപക്കൂടിൻ്റെ അടുത്ത് വചനം മൂടി വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് അതേപടി തന്നെ ഇരിക്കുന്നു. അതെടുക്കണം, അത് വായിക്കണം. ജപമാല രൂപക്കൂടിൻ്റെ അവിടെ വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അത് നിൻ്റെ കൈവിരലിൽ കിടന്ന് ഉരുളണം. 53 ജപം നിൻ്റെ കൈവിരലിൽ കിടന്ന് ഓടുമ്പോഴാണ് നിനക്കൊരു അനുഭവമായിട്ട് നിന്റെ കുടുംബജീവിതത്തിൽ അത് നടപ്പാകുന്നത്. കഴുത്തേൽ ജപമാല ഇട്ടതുകൊണ്ട് നീ ഒരു ജപമാല ചൊല്ലുന്ന വ്യക്തിയാണെന്ന് പറയാൻ നിനക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് അതിൻ്റെ പവർ നിനക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ
നിന്റെ വിരലുകൾ ഓരോ മണിമുത്തിലും ഉരുളണം. കൈ വിരൽ ഉരുളുമ്പോൾ, നിന്റെ നാവ് ചലിക്കുമ്പോൾ, നിന്റെ ശരീരത്തിൽ, നിന്റെ ജീവിതത്തിൽ അതൊരു അനുഭവമായി യേശുനാഥൻ മാറ്റും. യേശുനാഥൻ നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരും. അമ്മ പറയും, ഇങ്ങോട്ട് വരാൻ പറയും, മകനെ നീ എൻ്റെ കുടുംബത്തിലേക്ക്, ഈ കുടുംബത്തിലേക്ക് വരും, ഞാൻ ഇവിടെയുണ്ട്. എൻ്റെ മക്കളിതാ നിന്റെ ജപമാല, എൻ്റെ ജപമാല അവർ ചൊല്ലുന്നു, നീ ഇവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞ് യേശുനാഥൻ വരുമ്പോഴാണ് നമ്മുടെ വാതിൽ തുറക്കപ്പെടുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാനാണ് വാതിൽ, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഞാനാണ് ജീവന്റെ അപ്പം, അത് ഭക്ഷിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നൊക്കെ യേശുനാഥൻ പറയണതിൻ്റെ അർത്ഥം നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. 3-ാം പ്രാവശ്യം യേശുനാഥൻ അവർക്ക് പ്രതിഷ്ഠപ്പെട്ടിരിക്കുകയാണ്. ഇതുപോലെ എത്ര പ്രാവശ്യം വന്ന ശേഷമാണ് യേശുനാഥൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകണമെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. സ്വർഗീയ പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനായ യേശുവിനെ ഞങ്ങൾ വചനത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുത്രൻ മഹത്വപ്പെടുവാൻ ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി തരണമേ എന്ന് പുത്രനായ യേശുവെ അവിടുത്തെ പിതാവ് വഴി ഞങ്ങൾക്ക് സാധിച്ചു തരണമേ എന്ന് യേശു അപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പുത്രൻ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാം പൂജിതമാണമേ, അവിടുത്തെ രാജ്യം വരണമേ, തിരുമേനി സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാവങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും യേശുവിൻ്റെതാകുന്നു. ആവേ മരിയ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരിക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്.